ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു റവ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റവയും വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളും വെച്ചിട്ട് ടീ ടൈമിലേക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ കേക്കാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. കണ്ടോ, നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഒരു ഗ്ലാസ് റവയാണ് ഇടുന്നത്. അപ്പോൾ ഇതേ ഗ്ലാസ്സിന് തന്നെയാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അളക്കുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ വലിയൊരു ഗ്ലാസ് എടുത്തിരിക്കുന്നത്, ആവശ്യമാണെങ്കിൽ ചെറിയ ഗ്ലാസ് എടുത്താൽ മതി കേട്ടോ. ഇനി അതിന് 1/2 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് 3/4 കപ്പ് വരെ ഇടാം കേട്ടോ. പിന്നെ അതേ കപ്പിന് തന്നെ 1/2 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് തൈര് കേട്ടോ. അതേ കപ്പിന് തന്നെ 1/4 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ എന്തുവേണമെങ്കിലും ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കരുത്. വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് തനിயாக എടുത്ത് അറിയിക്കും, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇവിടെ വനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നമുക്ക് ഇതിന് പകരമായിട്ട് 2 ഏലക്ക ചേർത്താലും മതി. ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം ഞാൻ ഇത് മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു അയവിൽ വേണം കേട്ടോ ഇരിക്കാൻ. നല്ല കട്ടിയായി പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ പാല് ചേർത്ത് സോഫ്റ്റ് ആക്കാം. ഞാൻ അപ്പോൾ ഒരു ടീസ്പൂണ്, ചെറിയ സ്പൂണിനാണ് കേട്ടോ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ ചില ആളുകളുടെ അടുത്ത് ഉണ്ടാവില്ല. ബേക്കിംഗ് സോഡ ഇല്ലാത്തവർ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടോ. ഇതിന് പകരം അണ്ടിപ്പരിപ്പോ മുന്തിരിയോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന പാത്രം നമ്മുടെ സാധാരണ കറിയൊക്കെ കൂട്ടുന്ന ഒരു പാത്രമാണ് കേട്ടോ. അപ്പോൾ ആ പാത്രത്തിനുള്ളിൽ ഞാൻ നല്ലോണം എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിലൊരു ചെറിയ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ബട്ടർ പേപ്പർ അല്ല, ഹോം മെയ്ഡായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു ബട്ടർ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഈ കേക്കിൻ്റെ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ മിശ്രിതത്തിൽ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇഡ്ഡലി ചെമ്പിനുള്ളിൽ ഞാൻ ഉപ്പല്ല ഇട്ട് കൊടുത്തിരിക്കുന്നത്, കുറച്ച് മണലാണ് കേട്ടോ. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പാത്രമൊക്കെ ആണെങ്കിൽ അത് പൊത്തു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് മണലിട്ടിട്ട് നല്ലോണം ചൂടാക്കി ഒരു 10 മിനിറ്റ് ആ മണലിട്ടിട്ട് ഇഡ്ഡലി ചെമ്പ് ഒന്ന് ചൂടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പ്രീഹീറ്റ് ചെയ്തിട്ട് വേണം കേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ ഉള്ളിലോട്ട് ചെറിയൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് വേറൊരു ചെറിയ സ്റ്റാൻഡ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പാത്രം തീരെ താന്നു പോകാതെ കുറച്ച് ഉയർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ കേക്ക് വെച്ച പാത്രം അതിനുള്ളിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് അതിൻ്റെ മൂടി വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കേക്ക് നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് ഈ കേക്കിന് മാവ് ഞാൻ കുറച്ച് വലിയ കപ്പിലാണല്ലോ എടുത്തിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് 1.5 മണിക്കൂറായി കറക്റ്റായിട്ട്. തീ നല്ല ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേക്ക് ഞാൻ കത്തി കൊണ്ട് കുത്തി നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കപ്പിൻ്റെ അളവ് അതിലും ചെറിയ കപ്പിനാണ് നിങ്ങൾ റവ എടുക്കുന്നതെങ്കിൽ 1 മണിക്കൂർ മതിയാവും. അപ്പോൾ കേക്ക് നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കേക്ക്. അപ്പം ഞാൻ കേക്ക് വെന്തതിൻ്റെ ഇടയിൽ അതിൻ്റെ മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ അത് കേക്കിൻ്റെ ഉള്ളിലോട്ട് താന്നു പോകുമല്ലോ. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തത്, കുറച്ച് വെന്തതിന് ശേഷം കേട്ടോ. അപ്പോൾ അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത് മിസ്സായി പോയി എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്ത നേരത്തിൽ. അപ്പോൾ നമ്മുടെ കേക്ക് ടീ ടൈം കേക്ക് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ കേക്കൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ. ബേക്കിംഗ് പൗഡറിന് പകരം നിങ്ങൾ ബേക്കിംഗ് സോഡയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാവ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം മാത്രം ഒന്ന് ബേക്ക് ചെയ്യണം കേട്ടോ. ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ്. നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ 4 മണിക്ക് ചായക്ക് നല്ല ഉഷാറൊരു കടിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബായ്.